ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒട്ടകയിറച്ചി കൊണ്ട് നാടൻ രീതിയിൽ ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കിയാലോ? കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഇറച്ചി വേവിച്ചെടുക്കുക. നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 സവാള ചെറുതായി അരിഞ്ഞതും, കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് സവാള നന്നായി വഴറ്റിയെടുക്കുക. ഇടയ്ക്ക് അടപ്പ് തുറന്ന് സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് സവാളയും മസാലപ്പൊടിയും നന്നായി മിക്സ് ചെയ്യുക. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇട്ട് കൊടുക്കുക. ഒട്ടക ഇറച്ചിക്ക് നല്ല വേവുള്ളത് കൊണ്ട് എനിക്ക് 11 വിസിലോളം വേണ്ടി വന്നു ഇറച്ചി വെന്ത് കിട്ടാൻ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. അവസാനമായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടകത്തിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കിഴി പൊറോട്ട തയ്യാറാക്കാം. വാട്ടിയെടുത്ത വാഴയിലേക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. തയ്യാറാക്കിയ കറി പൊറോട്ടയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അടുത്ത പൊറോട്ട വെച്ച് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം.
മൂന്നാമത്തെ പൊറോട്ടയും കൂടെ വെച്ചിട്ട് ഇല കിഴിയുടെ രൂപത്തിൽ കെട്ടിയെടുക്കുക. പാനിലേക്ക് എണ്ണ ഒഴിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന കിഴി പൊറോട്ട ഇതിലേക്ക് വെച്ച് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. സ്വാദിഷ്ടമായ ഒട്ടക കിഴി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.